ഈ ഗ്രീഷ്മ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായി പൊളിയുകയായിരുന്നു. ആത്മാർത്ഥമായി പ്രണയിച്ചൊരുവനെ, വിവാഹം കഴിച്ച് ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചൊരുവനെ കൃത്യമായ ആസൂത്രണത്തിലൂടെ കൊന്നുതള്ളാനുള്ള പ്ലാൻ വിദഗ്ധമായി നടപ്പിലാക്കുകയായിരുന്നു ഗ്രീഷ്മ. ഒരു കാലത്തും ഈ അരുങ്കൊല പുറത്തു വരില്ലെന്ന വിശ്വാസത്തിൽ അടുത്ത വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കാമെന്ന് മനസ്സിൽ കരുതുക, എന്നിട്ട് ഒന്നും ചെയ്യാത്തതുപോലെ ഉരുണ്ട് കളിക്കുക. ഷാരോൺ ഗുരുതരാവസ്ഥയിലായ ശേഷം ഷാരോന്റെ സഹോദരൻ നിരന്തരം ഗ്രീഷ്മയെ വിളിച്ചു ചോദിച്ചു എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തത് എന്ന്. അപ്പോഴൊക്കെ കള്ളക്കണ്ണീര്, കള്ള ഭാഷയിൽ പലതും പറഞ്ഞ് ഗ്രീഷ്മ തടി തപ്പുകയായിരുന്നു. ഗ്രീഷ്മയുടെ പങ്കിനെ പറ്റി അന്ന് മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഗ്രീഷ്മയോട് ഈ ഷാരോന്റെ സഹോദരൻ നിരന്തരം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു കൊടും ക്രിമിനലിന്റെ ഉരുണ്ടുകളി ഗ്രീഷ്മയുടെ വാക്കുകളിൽ വ്യക്തമായി. ഷാരോന്റെ സഹോദരനുമായുള്ള ഗ്രീഷ്മയുടെ സംഭാഷണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കേൾക്കാം. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ് കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്ന ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ? സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചോ? അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല, പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബലൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകി എല്ലാം എടുത്ത് മാറ്റിയിടാ, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഗ്രീഷ്മ കൊടുത്ത വിഷം കഴിച്ച് ഷാരോൺ ജീവനോട് മല്ലിടുന്ന സമയത്താണ്, ആശുപത്രിയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഷാരോന്റെ സഹോദരൻ ഗ്രീഷ്മയെ വിളിച്ച് ആ കഷായത്തെ പറ്റി ചോദിച്ചത്. അപ്പോഴും അഭിനയിക്കുകയായിരുന്നു ഗ്രീഷ്മ. ആ വാക്കുകളാണ് കേട്ടത്. കൊടും ചതിയാണ് സുഹൃത്തായ ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തത്. വീട്ടിൽ നിന്ന് കഷായം കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ മുതൽ ഷാരോൺ നിർത്താതെ ഛർദ്ദിക്കുകയായിരുന്നു.